ഡൽഹിയിൽ സർക്കാർ രൂപീകരണം വൈകുന്നു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 20ഓടെയെന്ന് സൂചന. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രി എത്തിയ ശേഷമുണ്ടാകും. ബിജെപിയിൽ തമ്മിലടിയെന്ന് മുൻ മുഖ്യമന്ത്രി അതിഷി. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ വൻ വിജയം നേടി 6 ദിവസം പിന്നിടുമ്പോഴും അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബിജെപിക്ക് ആയിട്ടില്ല. ഫെബ്രുവരി 8-ന് ആരംഭിച്ച ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന 48 പേരിൽ നിന്നും ഒരാളാകും മുഖ്യമന്ത്രി എന്ന് മാത്രമാണ് ബിജെപി നേതാക്കൾ സ്ഥിരീകരിക്കുന്നത്. भारतीय जनता पार्टी का कार्यकर्ता होगा, कोई दूसरा तो हो नहीं सकता. वो हमारे ही बीच का कोई ना कोई 48 में से एक होगा. ജാതി സമവാക്യങ്ങൾ, വനിതാ പട്ടികജാതി പ്രാതിനിധ്യം എന്നിവ ഉറപ്പാക്കിയാകും മന്ത്രിസഭയെന്നാണ് പാർട്ടി നേതൃത്വം നൽകുന്ന വിവരം. മുഖ്യമന്ത്രിയടക്കം മന്ത്രിസഭയിലേക്കുള്ള 15 പേരുടെ പട്ടിക നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട്. 9 പേരുള്ള മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി പദവിയും ഉണ്ടാകുമെന്നാണ് വിവരം. പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷം ചേരുന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നിയുക്ത MLA-മാരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. വ്യാഴാഴ്ച പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് ആലോചന. ബിജെപിയിലെ തമ്മിലടിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകുന്നതിന് കാരണമെന്ന് മുൻ मुख्यमंत्री അതിഷി. भारतीय जनता पार्टी के सूत्रों के हवाले से हमें पता चला है कि न सिर्फ 2500 रुपए महीने बल्कि जो बाकी सारे वादे भी भारतीय जनता पार्टी ने किए थे उनको पूरा करने का भारतीय जनता पार्टी का कोई भी इरादा नहीं है. തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ ബിജെപിക്ക് ആഗ്രഹമില്ലെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. 24 Delhi.